തൈ പീസിന് ഒരു പ്രത്യേക ടേസ്റ്റാ. ഈ ഒരു മന്തി ഉണ്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതെന്താന്ന് വെച്ചാൽ ഈ മന്തി ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്തതാണ്. ഇതാണ് ഞാൻ ട്രൈ ചെയ്തത്. ഇതെനിക്ക് നല്ല ഇഷ്ടാവും ചെയ്തു. എന്നിട്ട് ഞാൻ അവരുടെ തന്നെ വേറെ ഔട്ട്ലെറ്റ് വന്നിട്ട് ഇത് ട്രൈ ചെയ്യണം. എല്ലാവരും അതേ ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയണല്ലോ. ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഒരു സ്ഥലത്തുള്ള ടേസ്റ്റ് അല്ല മറ്റേ സ്ഥലത്തുള്ളത്. അതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതേ സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അവിടെ ഒരു വ്യത്യാസമില്ല. ഒരുപാട് സ്വീറ്റ് അല്ല, നല്ല ചീസി ടച്ച് ഉണ്ട്. ഇനി തവൂക്ക് റൈസും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഗ്യാരണ്ടി പറയാം, ഈ ഒരു ഫ്ലേവറിലുള്ള ചിക്കൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. സ്വീറ്റ്നെസ്സും ഉണ്ട്, ചെറിയ സ്പൈസിനെസ്സും ഉണ്ട്. എവിടേക്കോ കൊള്ളാണ്ടോ. ഈ ചെസ് പീസിന്റെ പിന്നാലെ ഓടുന്നവന്മാർക്ക് അറിയില്ലല്ലോ തൈ പീസിന്റെ ടേസ്റ്റ്. ഇത് പിന്നെ പലരും പല സ്ഥലത്തും ടേസ്റ്റ് ചെയ്ത് കാണും. ഇഫ ചിക്കൻ ഇവിടത്തെ ഒന്ന് ടേസ്റ്റ് നോക്കാം. ഈ ചിക്കനും ഭയങ്കര ഡിഫറെന്റാ. ഞാൻ ഇതിന് മുമ്പ് ട്രൈ ചെയ്ത് കൊടുത്ത എല്ലാവരുടെയും കുറെ ക്രീമിനെസ് മാത്രമേ ഉള്ളൂ. ഇത് ഭയങ്കര സ്പൈസിയാണ്, എന്നാൽ നല്ല ക്രീമിയാണ്. അപ്പൊ ഇതിന്റെ ഒരു മിക്സ്ചറാണ് ശരിക്കും. നല്ല ഡിഫറെന്റ് ഫ്ലേവർ ആണ് കേട്ടോ. ഞാനൊരു 3-4 സ്ഥലത്ത് നിന്നൊക്കെ ഇഫ ചിക്കൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എവിടെ ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് അല്ല. നല്ല വെറൈറ്റി ഉണ്ട്. ഇത് മൂന്നും ഇവരുടെ സ്പെഷ്യൽ മെനുവിനുള്ളതാണ്. എന്റെ ഫേവറേറ്റ് പക്ഷെ ഇത് തന്നെയാണ് കേട്ടോ, മക്സ ചിക്കൻ. അടിപൊളിയുണ്ട്, എന്തായാലും ട്രൈ ചെയ്തോളാം, മസ്റ്റ് ട്രൈ. അപ്പൊ ലൊക്കേഷൻ വരുന്നത് തക്കാശി മന്തി. ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഔട്ട്ലെറ്റ് ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ ട്രൈ ചെയ്തത് നോർത്ത് പറവൂരുള്ള ഔട്ട്ലെറ്റിലാണ്. 2 സ്ഥലത്തും നല്ല ക്വാളിറ്റി ഉണ്ട്. പ്രത്യേകം റൈസിന് 2 സ്ഥലത്തും സെയിം ടേസ്റ്റ്. ഇവിടെ വരെ എന്റെ ഫേവറേറ്റ് മക്സ ആയിരുന്നു. പക്ഷെ ലാസ്റ്റ് ആ തവൂക്കും കൂടെ കഴിച്ചപ്പോണ്ടല്ലോ ഫാനായി മാറി. ഇപ്പൊ കറന്റ് ഫേവറേറ്റ് തവൂക്കാണ് കേട്ടോ. കാക്കനാട് എന്നെ വന്ന് ട്രൈ ചെയ്ത് നോക്ക്, ബാക്കിയുള്ളടത്ത് ഇത് വേഗം തീർന്നു പോകും. ഇവിടെ വന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് അഭിപ്രായം പറ.